നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ, അതായത് ഓഗസ്റ്റ് മാസം 8-ാം തീയതി നടത്തിയ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് ചോദിച്ച GK ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. ജനറൽ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 20 GK ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മലയാളം വിഭാഗം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര്? ഭരണഘടന നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു എന്നിവർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉൾപ്പെട്ട അംഗങ്ങളാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്? പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്തത്: തെരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് എന്നുള്ളത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരി. ഭരണഘടനയിൽ അനുച്ഛേദം 356 പ്രകാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും. ശരിയാണ്. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ശരിയാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭയുടെ സ്പീക്കറാണ്. ഇത് മൂന്നും ശരി. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അനുച്ഛേദം 32 വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ആർട്ടിക്കിൾ 32 എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഡോക്ടർ BR അംബേദ്കർ. താഴെ പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ആദ്യത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനുമാണ്. നിർദ്ദേശക തത്വങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കേവല ഭൂരിപക്ഷം മതി. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട അതും കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എയും ബിയും ആണ്. കേവല ഭൂരിപക്ഷം പോരാ, പ്രത്യേക ഭൂരിപക്ഷം തന്നെ വേണം. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC, LGS, സെക്രട്ടേറിയറ്റ് OA മുതലായ ക്ലാസുകൾ നടന്നു വരികയാണ്. LDC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസുകൾ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ LDC ട്രിവാൻഡ്രം, ഇപ്പൊ കഴിഞ്ഞ LDC ട്രിവാൻഡ്രം പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ്, കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് 100 ചോദ്യങ്ങളെയും റിലേറ്റഡ് ഫാക്ട്സ് അപ്ലോഡ് ചെയ്ത് വരികയാണ്. അപ്പൊ നമ്മുടെ റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ് യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അത് മാത്രം കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ SCRT, അതുപോലെ കറണ്ട് അഫയേഴ്സ്, പിന്നെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ, പിന്നെ LDC ട്രിവാൻഡ്രം മാത്രമല്ല വേറെയും കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെയും റിലേറ്റഡ് ഫാക്ട്സിന്റെ ഒക്കെ വർക്കൗട്ട് ഇട്ടിട്ടുണ്ട്. ഫുൾ സിലബസ് കവർ ചെയ്ത് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫീസ് വരുന്നത് 999 രൂപ മാത്രമാണ്. ഡിസംബർ 31 വരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ LDC എക്സാമിന് വേണ്ടി മാത്രമല്ല, ഈ വർഷം ഏത് പരീക്ഷ നടന്നാലും ആ പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്യാനും ഈ ഒരു കോഴ്സ് തന്നെ മതിയാകും. ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. പിന്നെ ഡൗട്ട് എന്നോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഇത്രയും ഫുൾ സിലബസ് കവർ ചെയ്ത് അത്രയും ഡീപ്പായിട്ട് ഓരോന്നും റെഫർ ചെയ്തെടുത്ത ക്ലാസ്സാണ്. എല്ലാ ക്ലാസ്സും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കോളാം. ഓക്കെ, 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? 30 ദിവസത്തിനകമാണ്. 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 30 ദിവസത്തിനകമാണ് ലഭിക്കേണ്ടത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല എന്തെല്ലാമാണ്? ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലകൾ: സുതാര്യവും ഉത്തരവാദിത്തപൂർണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക, പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക. ഇത് രണ്ടുമാണ് ശരി. താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താവ് ആരാണ്?
വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും യുവാക്കളും. വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും യുവാക്കളുമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താക്കൾ. 2005 ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി ആരാണ്? ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. ജില്ലാ മജിസ്ട്രേറ്റ്. താഴെ പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏത്? കാർഷിക വിപ്ലവം കുറിച്യ കലാപമാണ്. കുറിച്യ കലാപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏത്? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് അധേത ചിന്താ പദ്ധതി, വേദാന്ത സംഗ്രഹം, ആത്മോപദേശ ശതകം, ദർശനമാല എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം? സാധുജന പരിപാലന സംഘം 1907. താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് ആര്? നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് മന്നത്ത് പത്മനാഭനാണ്. സി കേശവൻ, പി കെ കുഞ്ഞ്, എൻ വി ജോസഫ് എന്നിവർ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരാണ്. ഇത് ഞാൻ 2 ദിവസം മുന്നേ ഇട്ട റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ്സിൽ കൂടി ഡിസ്കസ് ചെയ്തതാണ്. കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ ആണ്. തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ സുമൻ ബെറി. സുമൻ ബെറിയാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത്? ഭേദഗതി 86 പ്രകാരമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത്. കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 നിലവിൽ വന്നത്. 2008. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സിംഹം പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ്? SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി N കുമാരനാശാൻ. N കുമാരനാശാൻ. ഇപ്പൊ സുപ്രധാന നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കേരള നവോത്ഥാനം, കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, അതുപോലെ ഇന്ത്യൻ ഭരണഘടന എന്നിവയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ PSC ഏത് പരീക്ഷ നടത്തിയാലും അതിൽ നമ്മുടെ ജനറൽ PSCക്ക് പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.